ആർക്കും വേണ്ടാതെ എടുത്തോളം നീ ടെർമോക്കോളജിയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണം. ഇത് വെച്ച് വേറൊന്നുമല്ല ചെയ്യുന്നത്, പെയിന്റിംഗ് തന്നെയാണ്. പെയിന്റിംഗ് അതിനകത്ത് വീണ്ടും ഞാൻ പെയിന്റിംഗില് ഫസ്റ്റ് തന്നെ ബേസ് ആയിട്ട് ബ്ലൂവും വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു സ്കൈ ബ്ലൂ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ സ്കൈ ബ്ലൂ പകുതി വരെ മതി. അത് കഴിഞ്ഞിട്ട് സാബ് ഗ്രീൻ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് പുല്ലിന്റെ അടക്കം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോയിൽ യൂട്യൂബ് സ്പോട്ട്ലൈറ്റ് എന്തെന്ന് ചോദിച്ചിരുന്നു. അത് ഞാനിപ്പം പറഞ്ഞുതരാം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസ് എത്ര പേര് വാച്ച് ചെയ്യുന്നു, ആരൊക്കെ വാച്ച് ചെയ്യുന്നു, ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെ അതെല്ലാം വാച്ച് ചെയ്തിട്ട് യൂട്യൂബ് നമ്മളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി യൂട്യൂബ് സ്പോട്ട്ലൈറ്റിലേക്ക് ഇടും. അത് പബ്ലിക്കലി കാണാൻ പറ്റില്ല, ക്രിയേറ്റേഴ്സിന് മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല, കമൻറ്റ് ഇടുന്നുണ്ടായിരിക്കും എങ്കിലും യൂട്യൂബ് സ്പോട്ട്ലൈറ്റ് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരിടത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കംപ്ലീറ്റ് സപ്പോർട്ടേഴ്സിന് മാത്രമേ യൂട്യൂബ് സ്പോട്ട്ലൈറ്റ് ലിസ്റ്റിലേക്ക് ഇടത്തുള്ളൂ. ആ ഡൗട്ട് നിങ്ങൾക്ക് മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അയച്ചാൽ മതി. നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. ഇതുവരെ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ പോയി നോക്കുക, ലിങ്ക് ഞാൻ ടാഗ് ചെയ്തെടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വരാം. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. വേറൊന്നുമല്ല, ഒരു ഡേസിയെ പോലെയൊക്കെ തോന്നിക്കുന്ന കണക്കത്ത് അതിൻ്റെ ഒരു പൂന്തോട്ടം തന്നെയാണ്. ഇനി അതൊന്നും ആയില്ലെങ്കിലും സാരമില്ല, നമുക്കൊരു പൂന്തോട്ടം ആക്കി എടുക്കാം. ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു പൂന്തോട്ടം പോലെയൊക്കെ ആവും. 2-3 പൂവുള്ള പൂന്തോട്ടം. ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്ത തന്നെ കാരണവന്മാർ ചെയ്ത പുണ്യം. എന്തായാലും നമ്മളൊരു വേസ്റ്റ് മെറ്റീരിയൽ റീയൂസ് ചെയ്യല്ലേ ചെയ്തത്, കളഞ്ഞില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. അവസാനം ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഇത് പൂന്തോട്ടമായോ അതോ വേറെ എന്തെങ്കിലും ആയോ എന്ന്. പിന്നെ ഇനിയും ഇതേപോലെ ആർക്കും വേണ്ട സാധനമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് ചെയ്യാം. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.